നമസ്കാരം, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വൈകി വന്നതിന് ശേഷം ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷേ പഴയ എൻ്റെ ഒരു മാഷിൻ്റെ, സതീശൻ മാഷ് എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിൾ കണ്ടു FBയിൽ. അത് ഒരുപാട് മാനസികമായിട്ടുള്ള വേദന ഉണ്ടാക്കുന്ന ഒരു ആർട്ടിക്കിളായിരുന്നു. കാരണം ഞാൻ 10ാം ക്ലാസ് തൊട്ട് ഉള്ള പരിചയമാണ് സതീശൻ മാഷായിട്ട്. 10ാം ക്ലാസ് എനിക്ക് ട്യൂഷൻ ചെയ്തത് അദ്ദേഹമാണ്. അങ്ങനെയാണ് ഞാൻ ജയിച്ചിരിക്കുന്നത്. പ്രീ ഡിഗ്രി ജയിച്ചതും അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെയും ട്യൂഷനല്ല, അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻകാരനാണ്. അന്ന് പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കധികം ബുദ്ധിമുട്ടാണ് ജയിക്കാൻ. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു 1996 ഞാൻ ചെയ്തത്. അങ്ങനെ ഞാൻ ഈ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എപ്പോഴും രാജേഷ് എന്ന് വിളിച്ചിട്ട് എന്നോട് വർത്താനം പറയുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടനെ പറ്റിയിട്ടാണ്, ചേട്ടനെന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെയൊക്കെ സമപ്രായക്കാർ എങ്കിൽ കൂടി എൻ്റെ കുറച്ചുകൂടിയും വയസ്സ് കൂടിയാണ്. അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ സതീശൻ മാഷ് ചെയ്തിട്ടുണ്ട്. ആ സതീശൻ മാഷ് ചെയ്ത ആ ആർട്ടിക്കിളിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ നിൽക്കുന്നത്. ജീവിതമൊക്കെ സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ആ ആർട്ടിക്കിളിലേക്ക് വരുന്നു. തിരുവോണത്തിനും അത് കഴിഞ്ഞ് അവിട്ടം, ചതയം എന്നിങ്ങനെയൊക്കെ അതിനാൽ തന്നെ ആഘോഷഭാഗം ആയി അത് വായിക്കും. ചിലത് നോക്കി കടന്നു പോകും. പക്ഷേ എല്ലാ തിരുവോണ നാളിലും എന്നെ ഓർത്തുവെച്ച് വിളിക്കാറുള്ള വിനോദ് എന്ന എൻ്റെ ഉണ്ണി ഈ വർഷം എന്നെ വിളിക്കാനില്ല എന്നത് എൻ്റെ കണ്ണുകളെ ഈർന്നാക്കുന്നു. ഞാൻ വിനോദിനെ ആദ്യം കാണുന്നത് എൻ്റെ ട്യൂഷൻ ക്ലാസ്സിലെ വിദ്യാർത്ഥിയായാണ്. അത് കഴിഞ്ഞ് PDC തോറ്റ് പോയ അയാൾ ഞങ്ങളുടെ വീട്ടിലെ ചെയിൻ കട്ടിങ് യൂണിറ്റിൽ ജോലി ചെയ്യാൻ പതുക്കെ ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗമായി മാറി. എന്തിനും ഏതിനും അയാളുടെ സാന്നിധ്യം ആവശ്യമായി. പിന്നെ കുറച്ചു കാലം മറ്റൊരു ജോലിക്ക് പോയി. ഞാൻ ചെന്നൈയിലും. 11 വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ സെക്യൂരിറ്റി, ഞാൻ കല്യാൺ ഫാമിലിയിലെ ട്യൂട്ടർ. ഇടയ്ക്ക് കർണാടകയിൽ ജോലി നോക്കി. കഴിഞ്ഞ തിരുവോണത്തിന് എന്നെ വിളിച്ചില്ല. അത് കൊണ്ട് ഞാൻ വിനോദിനെ വിളിച്ചു. വയ്യ എന്ന് പറഞ്ഞു. പിന്നെ വിളിക്കാം എന്നും പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞു. ഈ ഓർമ്മക്കുറിപ്പ് ഞാൻ എഴുതിയത് ഓണത്തിൻ്റെ മറ്റൊരു സന്ദേശം പറയാനാണ്. ജീവിതം ക്ഷണികമാണ് എന്ന് എത്ര ഉദാഹരണങ്ങൾ മുന്നിൽ കണ്ടാലും ഇനിയും അമ്പട ഞാനേ എന്ന് ചിലരുണ്ട്. അവർക്ക് വേണ്ടി അവരോട് ഒരു ഓണം ഒത്തൊരുമയോടെ മനസ്സിലാക്കലിൻ്റെ ഉത്സവമാണ്. എല്ലാവർക്കും ഓണാശംസകൾ.